നമ്മുടെ വീഡിയോയിൽ ചിക്കൻ തീയലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 1 മണിക്കൂറാണ് ഞാനിത് ഫ്രിഡ്ജ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇതെടുത്ത് വെളിയിൽ വെച്ച് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വെക്കാം. തീയലിന് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കുക. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയും അതുപോലെ 2-3 ഉണക്കമുളകും കൂടെ ചേർത്ത് ഞാൻ വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ 2 ഏലക്കായും ഗ്രാമ്പു, പട്ട, തക്കോല എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് 2-3 സവാള അരിഞ്ഞതും 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴും മല്ലിപ്പൊടി കൂടുതലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ മുളകും മല്ലിയും ഒന്നും കരിയാതെ വേണം ഇളക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഉള്ളി വഴറ്റിയ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടെ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തണുക്കാൻ വെച്ചിരുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് എടുക്കും നമ്മളിങ്ങനെ ഡയറക്റ്റ് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് നാട്ടിൻപുറങ്ങളിൽ നാടൻ കോഴി വെച്ച് ഇതുപോലെ തീയൽ തയ്യാറാക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.